വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞതിനു പിന്നാലെയാണ് ഹമാസ് ഭീകരർക്കെതിരായ നീക്കം ശക്തമാക്കാൻ ട്രംപ് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചത്. ഹമാസ് ഭീകരർക്ക് കരാറുണ്ടാക്കാൻ താൽപ്പര്യമില്ലായിരുന്നു എന്നും അവർക്ക് മരിക്കാനാണ് ആഗ്രഹമെന്നും ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കേണ്ട ജോലി പൂർത്തിയാക്കേണ്ട ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നതെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ചർച്ചകളിൽ നിന്നും US പിന്തിരിയേണ്ട സാഹചര്യമാണ് നിലവിലെന്നും നയതന്ത്രത്തിൽ നിന്നും പിന്മാറി സൈനിക നടപടിയിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് വാഷിംഗ്ടൺ ചിന്തിച്ചേക്കുമെന്നും കഴിഞ്ഞ ദിവസം USന്റെ പശ്ചിമേഷ്യൻ വക്താവ് സ്റ്റീവ് വിക്കോഫ് പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഗാസയിലെ മാനുഷിക സാഹചര്യം വഷളാകുകയും സാധാരണക്കാർക്കിടയിലെ പട്ടിണിയുടെ റിപ്പോർട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തതോടെ നയതന്ത്രം ഇനി പ്രായോഗികമാകില്ല എന്ന് ട്രംപ് സൂചിപ്പിച്ചു. സൈനിക നീക്കത്തിലൂടെ തന്നെ സ്ഥിതി നിയന്ത്രിക്കേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു. ഹമാസ് ബന്ദിയാക്കിയ US ഇസ്രായേലി പൗരനായിരുന്ന എഡാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനായി നടത്തിയ ചർച്ചകളിൽ അവസാന ഘട്ടത്തിൽ പോലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ട്രംപ് കടുത്ത പ്രതികരണത്തിലേക്ക് നീങ്ങിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രതിസന്ധിക്ക് കാരണം ഹമാസിന്റെ നിലപാട് തന്നെയാണെന്നും ഗാസയിൽ നിന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ബദൽ മാർഗം തേടുകയാണെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. അതേസമയം ചർച്ചകൾ താൽക്കാലികമായി നിർത്തുന്നത് ഒരു സാധാരണ പ്രക്രിയയാണെന്നും USുമായി സഹകരിച്ച് വെടിനിർത്തൽ ഉണ്ടാക്കാൻ ശ്രമം തുടരുമെന്നും മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും പറഞ്ഞു.